കൊച്ചി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മകരവിളക്കിന് പ്രവേശനം 35,000 പേർക്ക് മാത്രം. 11 മണി കഴിഞ്ഞാൽ സന്നിധാനത്തേക്ക് കടത്തിവിടരുത്. ശബരിമലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഹൈക്കോടതി. ശബരിമല മകരവിളക്ക് ദിനത്തിൽ പ്രവേശനം 35,000 പേർക്ക് മാത്രം. നിയന്ത്രണങ്ങൾ വരുത്തി ഹൈക്കോടതി. ജനുവരി 13-ന് വെർച്വൽ ക്യൂ വഴി 35,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് പ്രവേശനം. മകരവിളക്ക് ദിനത്തിൽ രാവിലെ 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും ആരെയും പമ്പയിലേക്ക് കടത്തിവിടില്ല. 11 മണി കഴിഞ്ഞാൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ആരെയും കടത്തിവിടുവാൻ പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മകരവിളക്ക് സമയം 6 മുതൽ 7 വരെ. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം. സന്നിധാനത്ത് ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള 2 പേർക്ക് മാത്രം പ്രവേശനം. മകരവിളക്ക് സമയം കേബിളുകൾ, ട്രൈപോഡുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണം. ചീഫ് കോർഡിനേറ്റർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കൊച്ചി മേയർ പദവി ലഭിക്കുവാൻ ലത്തീൻ സഭ ഇടപെട്ടു. തുറന്ന് സമ്മതിച്ച VK മിനിമോൾ. കൊച്ചി മേയർ പദവി ലഭിക്കുന്നതിൽ സഭ ഇടപെട്ടിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ച മേയർ VK മിനിമോൾ. മേയർ പദവി തനിക്ക് ലഭിക്കുന്നതിനായി പിതാക്കന്മാർ സംസാരിച്ചതിനായി VK മിനിമോൾ പറഞ്ഞു. കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കത്തോലിക് കൌൺസിൽ ജനറൽ അസംബ്ലിയിലാണ് മേയറുടെ പരാമർശം. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു ഈ 3 പേരുകളിൽ മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിൽ നിന്ന് വേണമെന്ന ആവശ്യമുയർന്നതോടെ ചർച്ച VK മിനിമോളിലും ഷൈനി മാത്യുവിലും ഒതുങ്ങി. KPCCയുടെ മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടു എന്ന ദീപ്തിയുടെ പരാതി നേതൃത്വത്തിന് മുൻപാകെയുള്ളപ്പോഴാണ് മേയർ പദവിക്കായി സഭ ഇടപെട്ടു എന്ന VK മിനിമോളിന്റെ പരസ്യ പ്രതികരണം. സഭാ നേതാക്കൾക്ക് നന്ദി പറഞ്ഞ മിനിമോൾ സംഘടനാ ശക്തിയുടെ തെളിവാണിതെന്നും വ്യക്തമാക്കി. മേയറുടെ പ്രസ്താവനയിൽ തെറ്റില്ലെന്ന് KRLCC അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കരൂർ ദുരന്തം. വിജയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുത്ത CBI. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വിജയുടെ പ്രചാരണ വാഹനം കസ്റ്റഡിയിലെടുത്ത CBI. പനയൂരിലെ വീട്ടിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. വാഹനം കരൂരിലെ CBI കേന്ദ്രത്തിൽ എത്തിച്ചു. ജനുവരി 12-ന് ഡൽഹിയിൽ ഹാജരാകുവാൻ വിജയ്ക്ക് നേരത്തെ CBI നോട്ടീസ് അയച്ചിരുന്നു. 2025 സെപ്റ്റംബർ 27-നായിരുന്നു രാജ്യത്തെയാകെ ഞെട്ടിച്ച കരൂർ ദുരന്തം. വിജയ് പങ്കെടുത്ത TVK റാലിയിൽ തിക്കും തിരക്കുമുണ്ടായതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 41 ജീവനുകളാണ് പൊലിഞ്ഞത്. 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷം TVK ജനറൽ സെക്രട്ടറി ആധവ് അർജുനെ അടക്കം നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ പലരുടെയും ചോദ്യം ചെയ്യൽ 10 മണിക്കൂർ വരെ നീണ്ടിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 13-നാണ് ദുരന്തത്തിൽ സുപ്രീംകോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയായിരുന്നു സുപ്രീംകോടതി ഇടപെടൽ. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയും സുപ്രീംകോടതി രൂപീകരിച്ചിരുന്നു. CBI അന്വേഷണം വേണമെന്ന തമിഴക വെട്രി കഴകത്തിന്റെ ആവശ്യം പരിഗണിച്ചായിരുന്നു സുപ്രീംകോടതി ഉത്തരവ്. രജിഷ വിജയന്റെ തകർപ്പൻ ഡാൻസ്. കൃഷാന്ത് ചിത്രം മസ്തിഷ്ക മരണത്തിലെ ഗാനം പുറത്ത്. സംവിധായകൻ കൃഷാന്ത് ഒരുക്കിയ പുതിയ ചിത്രം മസ്തിഷ്ക മരണം സൈമൺസ് മെമ്മറീസിലെ ആദ്യ ഗാനം പുറത്ത്. കോമള താമര എന്ന വരികളോടെ പുറത്തു വന്നിരിക്കുന്ന ഗാനത്തിന് സംഗീതമൊരുക്കിയത് വർക്കി. പ്രണവം ശശിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ആദ്യ റാപ്പ് ആലപിച്ച ഗാനത്തിന്റെ അഡീഷണൽ വോക്കൽസ് അനിൽ ലാൽ. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. അയ്യപ്പൻ KGFലെ റോക്കി ബായ് അല്ല, പ്രതികാരദാഹിയല്ല, യോഗി ഭാവത്തിലിരിക്കുന്ന മൂർത്തിയാണ് രാഹുൽ ഈശ്വർ. തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് രാഹുൽ ഈശ്വർ. മുഖ്യമന്ത്രി 2026 ഇലക്ഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് തന്ത്രിയുടെ അറസ്റ്റിലൂടെ നടപ്പിലാക്കുന്നത്. ദുർബലവും വൈരുദ്ധവുമായ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. കടകംപള്ളിയെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇരുവരും പ്രായമുള്ള വ്യക്തികളാണ്. അന്വേഷണ സംഘം നന്മയെ കരുതി അവരുടെ ആരോഗ്യം പരിഗണിക്കണം. വ്യക്തിവിരോധം തീർക്കുവാനായി കോടതിയെയും നിയമത്തെയും ഉപയോഗിക്കുന്നത് ഏറ്റവും വലിയ തിന്മ. സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തന്ത്രി ദേവന്റെ അനുമതി വാങ്ങിയില്ല എന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കാര്യസിദ്ധിക്കും ദോഷമകറ്റുവാനും ഗദ വഴിപാട് നടത്തി രമേശ് ചെന്നിത്തല. കാര്യസിദ്ധിക്കും ദോഷമകറ്റുവാനും വഴിപാടുമായി രമേശ് ചെന്നിത്തല. മലപ്പുറം ആലത്തിയൂർ ഹനുമാൻകാവിലാണ്
രമേശ് ചെന്നിത്തല ഗതസമർപ്പണ വഴിപാട് നടത്തിയത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയാണ് വഴിപാട് നടന്നത്. കാര്യസാധ്യത്തിനും ഐശ്വര്യത്തിനും ദോഷം അകറ്റുന്നതിനും സമർപ്പിക്കുന്നതാണ് ഗത വഴിപാട്. ഹനുമാന്റെ പ്രധാനായുധമായ ഗത സമർപ്പിക്കുന്നതിലൂടെ കഠിനമായ തടസ്സങ്ങൾ നീങ്ങുമെന്നും ദോഷങ്ങൾ മാറും എന്നുമാണ് വിശ്വാസം. ശനി, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും ഹനുമാൻ ജയന്തി പോലുള്ള വിശേഷ ദിവസങ്ങളിലും ഈ വഴിപാട് നടത്തുന്നതിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നാണ് വിശ്വാസം. അവൽ നിവേദ്യം, നെയ്വിളക്ക് വഴിപാടുകളും രമേശ് ചെന്നിത്തല നടത്തി. ലക്ഷ്യം മതപരമായ ശുദ്ധി. അയോധ്യ ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം നിരോധിച്ചു. ഓൺലൈൻ വഴിയും നോൺ വെജ് എത്തില്ല. അയോധ്യയിലെ രാമക്ഷേത്രത്തിന് 15 കിലോമീറ്റർ ചുറ്റളവിൽ മാംസാഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് നിരോധിച്ചു. അയോധ്യ ക്ഷേത്ര പരിസരത്തും പാഞ്ച്കോസി പരിക്രമ യാത്ര കടന്നുപോകുന്ന വഴിയിലും മാംസാഹാരങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ നിരോധിച്ചു. പ്രദേശത്തെ മതപരവും സാംസ്കാരികവുമായ ശുദ്ധി ലക്ഷ്യമിട്ടാണ് നടപടി എന്നാണ് അവകാശവാദം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.